ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു ജാനകി ദേവ്കി വ്ളോഗ്സ്. സലിമ ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ ഇത്. ലോങ് വീഡിയോ ആവുന്നത് കൊണ്ടാണ് ഞാൻ അത് 2 പാർട്ടായിട്ട് ഇടാമെന്ന് വിചാരിച്ചത്. നമ്മളുടെ ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഫസ്റ്റ് പാർട്ടിൽ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് കമ്പേരി ബീച്ച് റിസോർട്ടിലേക്കാണ്. മെയിനായിട്ട് മക്കൾക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വിമ്മിംഗ് പൂളിൽ സ്വിമ്മ് ചെയ്യുക കുറേ നേരം, അതുപോലെ ബീച്ചിൽ കളിക്കുക. ഇതൊക്കെയാണ് അവരുടെ ഒരു ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് സലീമയിലൊക്കെ വരുന്നത്. ഞങ്ങൾ ഒരു പ്രാവശ്യം ഈ ഡിസംബർ ടൈം, ക്രിസ്മസ് ടൈമിൽ ഇവിടെ കമ്പേരി ബീച്ച് റിസോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ അത്യാവശ്യം വണ്ണം ഉള്ള ഒരു വലിയൊരു സ്വിമ്മിംഗ് പൂൾ ആയതുകൊണ്ട് ഞങ്ങളിവിടെ വന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വന്നത്. നമുക്ക് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാം. ലവ് യു. Can you take my beautiful photo? ഞാനും പിള്ളേർ അങ്ങനെ നമ്മൾ റിസപ്ഷൻ്റെ അവിടെ പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. എത്രയാണ് പെർ ഹെഡ്, എത്രയാണ് ചിൽഡ്രൻസിന്, എത്രയാണ് എന്നൊക്കെ സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ആദ്യം പോയിട്ട് സ്വിമ്മിംഗ് പൂളൊക്കെ ഒന്ന് കണ്ടിട്ട് ഓക്കെ ആണെങ്കിൽ വന്നിട്ട് നമുക്ക് പേ ചെയ്യാം. അങ്ങനെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ സ്വിമ്മിംഗ് പൂൾ കണ്ടിട്ടായിട്ട് പോകുന്നത്. നമുക്ക് ബീച്ചിന് ആക്സസ് വേണമെങ്കിൽ അത് സെപ്പറേറ്റ് പേയ്മെൻ്റ് ആണെന്നാണ് റിസപ്ഷനിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അവിടെ ബീച്ചിലേക്ക് പോകുന്ന വഴി തന്നെ അവരൊരു ഫെൻസ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. സ്വിമ്മിംഗ് പൂളിലേക്കുള്ള ആക്സസ് മാത്രമാണ് ഇത്. ബീച്ചിൽ പോകണമെങ്കിൽ നമുക്ക് അവിടെ പേ ചെയ്തിട്ട് നമുക്ക് ബീച്ചിലും കൂടി ആക്സസ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ സ്വിമ്മിംഗ് പൂള്. നല്ല അടിപൊളി. ഞങ്ങൾ അന്ന് ഡിസംബറിൽ വരുന്ന സമയത്ത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. അതേപോലെ നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇന്ന് നമ്മളത് കാണാൻ വന്ന സമയത്ത് ഇവിടെ ആരുമില്ല. വളരെ കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, വളരെ സൈലൻ്റായിട്ട് ഒരു തിരക്കുമില്ലാതെ ഇരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സ്വിമ്മിംഗ് പൂള് നമുക്ക് അത്ര മെയിൻറ്റെയിൻ ആയിട്ട് തോന്നിയില്ല. കുറേ ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ വെള്ളത്തിൽ പ്രത്യേകിച്ച് ഇറങ്ങുന്ന സമയത്ത് വളരെ സൂക്ഷിക്കണം. പല ഇൻഫെക്ഷൻസും വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്ന് കണ്ടതിന് ശേഷം നമ്മൾ ഇവിടുന്ന് തിരിച്ച് പോവുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മളുടെ നെക്സ്റ്റ് ഓപ്ഷനായ ബ്ലൂ വാട്ടേഴ്സിലേക്കാണ് നമ്മൾ പോകാൻ തീരുമാനിച്ചത്. അപ്പം ബ്ലൂ വാട്ടേഴ്സിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. അപ്പോൾ ബ്ലൂ വാട്ടേഴ്സിൽ നമ്മൾ 2-3 പ്രാവശ്യം വന്നതാണ്. അതും ഇത് പറഞ്ഞ പോലെ തന്നെ ഒരു ബീച്ച് റിസോർട്ടാണ്. അടിപൊളി എന്ന് പറയാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് റിസോർട്ടാണ്.
അങ്ങനെ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ദൂരത്തിലിതാ നമ്മളുടെ മലാവി ലേക്കൊക്കെ കാണാൻ പറ്റും. ഇപ്പം നമ്മളുടെ മാങ്ങ സീസണാണ്, അതുകൊണ്ട് തന്നെ ഫുൾ മരത്തിൽ ഇഷ്ടം പോലെ പച്ചമാങ്ങ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇഷ്ടം പോലെ മാങ്ങ കാണാൻ പറ്റും ഇങ്ങനെ. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മൾ ബ്ലൂ വാട്ടേഴ്സിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു പാർക്കിംഗ് സ്പേസ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു ഫൗണ്ടനും നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് കേട്ടോ അകത്തത്തെ വ്യൂ എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ നടന്ന് നമുക്ക് കുറേ സ്പേസസ് കാണാൻ പറ്റും, ഇരിക്കാനും ബീച്ചിൻ്റെ അടുത്തായിട്ടും. അങ്ങനെ കുറേ നല്ല നല്ല അടിപൊളി സ്ഥലമാണ്. ഈവനിങ് അല്ലെങ്കിൽ നൈറ്റ് ടൈമിലൊക്കെ ഇവിടത്തൊക്കെ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. നമ്മൾ മോർണിംഗ് വൈബിനെയും കാട്ടും ഈവനിങ് ആയിരിക്കും അടിപൊളി. അങ്ങനെ പിള്ളേരുടെ മെയിൻ സ്പോട്ടായ നമ്മുടെ സ്വിമ്മിംഗ് പൂൾ ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ എത്തിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കി എന്തൊക്കെയാണ് ഇവിടുത്തെ സിറ്റുവേഷൻ കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ അധികം ആൾക്കാരൊന്നും ഇല്ല. അപ്പം നല്ല അടിപൊളിയായിട്ട് നമുക്കത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സമയമായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് ചോദിച്ച് എല്ലാം ഓക്കെ ആക്കിയിട്ട് സെറ്റാക്കി. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ബീച്ച് റിസോർട്ടും കൂടിയാണ്. അപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യുന്ന ആൾക്കാർക്ക് സൈക്ലിംഗ് വേണമെങ്കിൽ ചെയ്യാം. അതേപോലെ വേറെയും ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മിന്നോടാ മിന്നോ 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 ആ പോയിക്കോ. ഓ പാച്ചു നീന്തുന്നുണ്ടോ? ആ പോയിക്കോ, ആ പോയിക്കോ പോയിക്കോ. Wow. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സ്വിമ്മിംഗ് പൂളും ഈ സ്റ്റേയും മാത്രമല്ലാതെ നമുക്ക് വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട്, സ്പീഡ് ബോട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഐലൻഡ്, അവിടെ ദൂരെ കാണുന്ന ഐലൻഡിലേക്കൊക്കെ നമുക്ക് പോകാവുന്നതുമാണ്. അങ്ങനെ ഞാനും വെള്ളത്തിലേക്ക് ഇറങ്ങാമെന്നുള്ളൊരു തീരുമാനം എടുത്തു. കാരണം ഞാൻ എപ്പോഴും വന്നു കഴിഞ്ഞാൽ അധികം ഇറങ്ങാറില്ല. പക്ഷേ ഇന്ന് എനിക്കൊന്ന് ഇറങ്ങണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ ഇറങ്ങി കുറച്ച് നേരം വെള്ളത്തിൽ ഇങ്ങനെ നീന്തി കളിച്ചു. അധികം തണുപ്പൊന്നുമില്ല, നമുക്ക് പറ്റുന്നൊരു തണുപ്പ് മാത്രമേ ഉണ്ടായിരുന്നു. ചില സമയത്ത് വരുന്ന സമയത്ത് ഭയങ്കര കോൾഡായിരിക്കും. പക്ഷേ എനിക്ക് ഇന്ന് അത്ര കോൾഡ് തോന്നിയില്ല. ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തുമ്പം തന്നെ 2-2:30 മണിയായിട്ടുണ്ടാവും.
പിള്ളേർക്ക് അങ്ങനെ മുക്കാൻ പാടില്ല. ഇന്നു വെള്ളം കുടിക്കില്ല. ഇന്നു വെള്ളം കുടിക്കല്ലേ? ജം പാച്ചു ജം. രണ്ട് കാലം വെക്ക്, ഇങ്ങനെ അടുപ്പിച്ച് വെക്ക്. ആ നീ ചമ്പി ഇങ്ങനെ ചമ്പി ചെയ്യേ. ഡൈവ് ഡൈവ്. രണ്ട് കാലം സ്റ്റഡി വെച്ച് അടുപ്പിച്ച്. ആ നീ ചമ്പി. ആ അങ്ങനെയല്ല ചമ്പി. അയ്യോ ജമ്പ് ചെയ്തപ്പോ ഞാൻ മാറ്റുകയും ചെയ്തു. ഇങ്ങനെ ആണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ. നീന്തോട്ടോ അല്ലെങ്കിൽ കാലടി കാൽമോന്തിക്ക്. ആ ആ കാലടിക്ക് കാലടിക്ക്. ആ നീന്തേ. ആ പോട്ടെ അങ്ങോട്ട്. ഫുഡില്ലേ വേണ്ട കാത്തുകൊണ്ടിരിക്കുക. ഇങ്ങോട്ടും കഥ പോയി. നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ മാത്രമേ പോകും. ഇത് നമ്മളുടെ ബ്ലൂ വാട്ടേഴ്സിൽ കയറുമ്പോൾ ഫ്രണ്ടിലുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കൊത്തുപണിയിൽ ചെയ്തിരിക്കുന്ന ഒരു ബേർഡിൻ്റെ ഒരു സ്റ്റാച്യു ആണ്. പിന്നെ നമ്മൾ സ്വിമ്മിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എന്നിട്ട് എല്ലാവരും നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇതാണ് നമ്മളുടെ മലാവി ലേക്ക്. നമുക്ക് വീട്ടിലിങ്ങനെ ഡെക്കറേറ്റ് ഐറ്റം ആക്കാം. തേങ്ങയിൽ പെയിന്റ് അടിച്ചിട്ട്. സ്വിമ്മിംഗ് പൂളിൽ മാത്രം കളിച്ചാൽ പോരല്ലോ, ലേക്കിലും കൂടി നമുക്കൊന്ന് ഇറങ്ങണ്ടേ. ഇതാണ് മലാവിയിലെ ലേക്ക്, അതായത് മലാവി ലേക്ക്. കാണുമ്പോൾ നമ്മളുടെ ഒരു ബീച്ച് മോഡൽ ആണെങ്കിലും ഇത് ലേക്കാണ്. ചെറിയ തിരമാലകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഒരു 5 മണി 5:30 മണിയായിട്ടുണ്ടാവും. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നടന്ന് ആ ഒരു കുറച്ച് ദൂരം ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പം നടക്കുമ്പോൾ കുറേ ആൾക്കാർ അവിടുത്തെ, ഞാൻ പറഞ്ഞല്ലോ ഇവിടെ സ്പീഡ് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഈ സ്പീഡ് ബോട്ടൊക്കെ അവർ കരയിലേക്ക് വലിച്ച് കയറ്റുന്നതൊക്കെ കാണാൻ പറ്റി.
കുറച്ച് ദൂരം നടന്നപ്പോൾ ഇവിടെ നമ്മളുടെ മെയിൻ സാധനങ്ങളായ ക്രാഫ്റ്റ്സ് കാണാൻ പറ്റി. ഈ ക്രാഫ്റ്റ് ഐറ്റംസ് മെയിനായിട്ട് മലാവിയത്തെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. നമ്മൾ ഈ വുഡിൽ ചെയ്തു വരുന്ന കുറേ കാവിങ്സും ഓരോ എന്താ പറയുക ആനിമൽസിൻ്റെതും ബൗൾസും അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതൊക്കെ ഇവർ മെയിനായിട്ട് കൈകൊണ്ട് ചെയ്തെടുക്കുന്ന കാര്യങ്ങളാണ്. വളരെ റയറായിട്ട് അവർ മെഷീൻസ് വെച്ചിട്ടും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പക്ഷേ മോസ്റ്റ്ലി അവർ കൈകൊണ്ടാണ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് പോലെ അവർ പേരും കാര്യങ്ങളൊക്കെ നമ്മളുടെ ഏത് സാധനമാണോ വാങ്ങുന്നത് അതിലേക്ക് കൊത്തി തരികയൊക്കെ ചെയ്യും. നമുക്കിപ്പോൾ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ അവരുടെ പേരോ അതിലെന്താ എഴുതേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുത്താൽ മതി കേട്ടോ, അവരത് ചെയ്തു തരും. ഞാനങ്ങനെ കുറേ സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. എനിക്ക് കുറേ ആയിട്ട് ഒരു ആഗ്രഹം ഉണ്ടായത് ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് വേണമെന്നായിരുന്നു. അപ്പം ഞാൻ അവിടെ അത് കണ്ട സമയത്ത് ഞാനൊരു 2-3 ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് വാങ്ങിച്ചു. അതാണോ കേട്ടോ ഇത്. ഇതൊക്കെ അവർ മെഷീൻസും കാര്യങ്ങളൊന്നുമല്ല, കൈ വെച്ചിട്ട് കൊത്തി ഉണ്ടാക്കിയ ആനിമൽസാണ് കേട്ടോ. എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകാൻ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പം ജസ്റ്റ് ഒരു നൈറ്റ് വ്യൂ ആണ് ഇതൊക്കെ. അതിൻ്റെ ഉള്ളിലത്തെ റിസോർട്ടും കാര്യങ്ങളും സ്റ്റേയും അതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറാണിത്. നല്ല ഭംഗിയുണ്ട്. നമുക്കൊരു ദിവസം പോയി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാം. നല്ല പീസ്ഫുൾ ആൻഡ് കാം ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത്. പ്രൈവറ്റ് കോട്ടേജും പ്രൈവറ്റ് പൂളാണ്. ഇപ്പം നമുക്ക് പ്രൈവറ്റായിട്ട് ഒരു സ്വിമ്മിംഗ് പൂൾ വേണം അല്ലെങ്കിൽ കോട്ടേജിൽ സ്റ്റേ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ രാത്രിയാകുമ്പോൾ ഇതിൻ്റെ നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് അടിപൊളിയാണ്. അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളിയാണ്. ഇവിടെ സ്റ്റേ ചെയ്യാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രാത്രിയിലത്തെ അടിപൊളിയായിട്ടുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നമ്മൾ മോസ്റ്റ്ലി വരുന്നത് ഒരു 1 ഡേ ട്രിപ്പായിട്ടാണ്. രാവിലെ വന്നിട്ട് ഒരു ഈവനിങ് ആകുമ്പോൾ നമ്മൾ തിരിച്ചു പോകും. കാരണം നമുക്ക് അത്ര വലിയ ഡിസ്റ്റൻസ് ഇല്ല. ഞാൻ പറഞ്ഞതുപോലെ ഒരു 100 കിലോമീറ്റേഴ്സ് മാത്രമാണ് നമുക്ക് ഇങ്ങോട്ടേക്കുള്ളൊരു ട്രാവലിംഗ് ടൈം. കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പ്. നമ്മളെപ്പോഴും ഇങ്ങനൊരു ടൂറും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഒരു മിനി തട്ടുകട സെറ്റപ്പിലാണ് വരാറുള്ളത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന എന്താ പറയുക ഭക്ഷണങ്ങളൊക്കെ നമ്മൾ തന്നെ കുക്ക് ചെയ്തിട്ടൊക്കെ കഴിക്കാനുള്ളൊരു സെറ്റപ്പ്. അങ്ങനെ നമ്മൾ നല്ല ചൂട് ചായയും നല്ല ഓംലെറ്റ് ബ്രെഡ് പിന്നെ ഉച്ചയ്ക്കത്തെ ഫുഡിന് ബാക്കിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ചൂടാക്കി നല്ല അടിപൊളിയായിട്ട് ഫുഡും കഴിച്ചു കേട്ടോ. എന്തായാലും നമ്മൾ വീട്ടിൽ എത്തണമെങ്കിൽ ഒരു 9 o'clock ഒക്കെ ആവും. അപ്പോഴേക്ക് പിള്ളേരൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് കഴിച്ചാൽ പിന്നെ നമുക്ക് രാത്രിത്തെ ഫുഡ് പോയി കഴിക്കേണ്ട ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഫുഡൊക്കെ ഇവിടുന്ന് നല്ലോണം കഴിച്ചു. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോവാണ്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ ബൈ. Oturalım.